മേഘയുടെ കുടുംബം കൈമാറിയത് ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകളുമുണ്ട്. രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവാണുള്ളത്. മേഘ കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ചികിത്സ തേടി ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടുണ്ടെന്നും സുഗാന്തിനെതിരെ കേസെടുക്കാൻ പേട്ട പോലീസ് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. മേഘ മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണെന്ന മറുപടി മാത്രമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ഒളിവിൽ കഴിയുന്ന IB ഉദ്യോഗസ്ഥനായ സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. സുഗാന്തിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് വരെ പുറത്തിറക്കേണ്ടി വന്നു. വിമാനത്താവളങ്ങൾ വഴി രാജ്യം വിടുന്നത് തടയാനാണ് നടപടി. അന്വേഷണം തൃപ്തികരമാണെന്നാണ് മേഘയുടെ കുടുംബം പറയുന്നതെങ്കിലും സുഗാന്തിനെതിരെ കേസെടുക്കാൻ അതൃപ്തിയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ ലഭിക്കും. ഇതിനുശേഷം DGPയെ നേരിൽ കണ്ട് പരാതി കൊടുക്കുന്നതും ഉൾപ്പെടെയുള്ള തുടർ നടപടി ആലോചിക്കുമെന്ന് കുടുംബാംഗങ്ങൾ വിശദീകരിച്ചു. മേഘ ഒരു കൂട്ടുകാരിക്കൊപ്പമാണ് ആശുപത്രിയിലെത്തി ഗർഭചിത്രം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. മേഘയുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത്. മേഘ ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് കുടുംബം അറിയുന്നതും അപ്പോൾ മാത്രമാണ്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു സുഹൃത്തിനൊപ്പം മേഘ ആശുപത്രിയിലെത്തിയ വിവരം സ്ഥിരീകരിക്കുന്നത്. മേഘയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറിപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു. സുഗാന്ത് മേഘയെ ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കിയെന്നും മുകളിൽ പറയുന്ന പണം തട്ടിയെടുത്തുവെന്നും പിതാവ് മധുസൂദനൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്.